ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മീൻ പീരയാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ പാലക്കാട് ഇതിൻ്റെ മീൻ ഉപ്പേരി എന്ന് പറയും. ഇവിടെ അധികം പേരും ഇത് തയ്യാറാക്കാറില്ല. അപ്പോൾ തയ്യാറാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒരു അടിപൊളി സൂപ്പർ ഉപ്പേരിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കണ്ടു തുടങ്ങുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാന്താരിയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ്. ഇത് ഇത്തിരി എരിവിൽ വയ്ക്കാൻ എന്നാലും അട്ട ടേസ്റ്റ്. അപ്പോൾ ഇത്രയും എടുക്കാൻ ശ്രമിക്കുക. നല്ല എരിവുള്ള മുളക് തന്നെ എടുക്കുക. പിന്നെ 2-3 വെളുത്തുള്ളി, ഒരു ചെറിയൊരു പൊട്ട് ഇഞ്ചി, പിന്നെ ഇത്തിരി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി എന്തായാലും ഇതിന് ഒരുപാട് ഇത്രയും ആവശ്യമാണ്. അപ്പോൾ ആ ഒരു മീനിന് ഇത്രയും ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പിൻ്റെ ഇലയും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ മീൻ പീര വയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെത്തലാണ് കേട്ടോ. നെത്തൽ പരൽ, നെത്തൂരി എന്നും പറയും തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഫ്രഷ്നെസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. അതൊരു ടിപ്സാണ് കേട്ടോ. വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ കുഞ്ഞ് മത്തി കിട്ടുമ്പോൾ അതുകൊണ്ടും തയ്യാറാക്കാം കേട്ടോ. ഇതേപോലെ മീൻ പീര വലിയ മീൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല, വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് എടുത്ത് വെച്ചതിന് പച്ചമുളക് മാറ്റിയിട്ട് വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചി, ചുവന്നുള്ളി നന്നായിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ മിക്സിയിലാവുമ്പോൾ നന്നായിട്ട് അരഞ്ഞു പോകും, അതിനാണ് സെപ്പറേറ്റ് ചതയ്ക്കുന്നത് കേട്ടോ. പിന്നെ പച്ചമുളക് നമുക്ക് ജാറിലേക്ക് ഇട്ട ശേഷം അതിന് മേലെ കുറച്ച് തേങ്ങ എടുത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. കുറച്ച് മതിയിട്ട് ഒരു 1/4 മുറി തേങ്ങ മതിയാവും. പിന്നെ നമ്മൾ ചുവന്നുള്ളി ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് തേങ്ങ അതിന് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ ഇത്രയും എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളകിന് എന്തായാലും ആവശ്യമാണ്, കാരണം ഇതിനൊരു നല്ല ചൊടി ഉണ്ടെങ്കിൽ എരിവും ഉപ്പൊക്കെ നന്നായിട്ട് വേണം. അപ്പോൾ എരിവുള്ള മുളക് തന്നെ എടുക്കുക കേട്ടോ. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ചതച്ച ചുവന്നുള്ളിയും ഇഞ്ചി ഉണ്ടല്ലോ, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ, അപ്പോൾ അതിൻ്റെ കൂടി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. കൈ കൊണ്ട് മിക്സാക്കിയാൽ നല്ലതാണ്. പക്ഷേ പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് നമ്മളെ കൈ പിന്നെ നീറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ചായിട്ട് ഇളക്കി എല്ലാവിടെയും ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ മൊത്തത്തിൽ തിരുമ്പി വെച്ചാലും നല്ല ടേസ്റ്റ് കേട്ടോ കൈ കൊണ്ട്. അപ്പോൾ അത് ഇങ്ങനെയും ചെയ്യാം കേട്ടോ, ടേസ്റ്റ് കുറവൊന്നുമില്ല. സ്പൂൺ കൊണ്ട് ഇതേപോലെ എല്ലാവിടെയും നന്നായിട്ടുണ്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് കൊടംപുളിയാണ്, വാളംപുളിയല്ല കൊടംപുളി. പിന്നെ ഇത് ഇരുമ്പാമ്പുളി വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ, മാങ്ങ വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ അതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഞാൻ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ, ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ വെള്ളമയോ ഒന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചേർക്കുകയാണ്, എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുന്നുള്ളൂ. ഞാൻ ആദ്യം ഈ ചതച്ച് വെച്ചതാണ് ചേർക്കുന്നത്. അത് ചേർത്ത് അതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചട്ടിയിലേക്ക്. അപ്പോൾ ഇത് ചട്ടിയിൽ തന്നെ വെക്കണം കേട്ടോ, അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഞാനിതാ ഇത്രയും കുടംപുളി എടുത്തിട്ട് ഒരു തുള്ളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം മതി, ഒന്ന് കുഴയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് കീറി കൊടുക്കുകയാണെങ്കിൽ വേഗം പുളി ഇറങ്ങും കേട്ടോ, ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുമ്പാമ്പുളി ഉണ്ടെങ്കിൽ അതും മാങ്ങ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് വെക്കാം കേട്ടോ, ഇതന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതാ ഇത് ആ വെള്ളത്തോടത്തിനെ തന്നെ അങ്ങനെ ഒഴിക്കുക കേട്ടോ. കുറേ വെള്ളം ആവശ്യമില്ല കേട്ടോ, കുറച്ചേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ തന്നെ ഇടുക. അപ്പോൾ നന്നായിട്ടൊന്ന് പുളിയൊന്നും അതിൽ പിടിച്ചോളും. ഇനി നമുക്ക് അതിന് ആവശ്യമുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ തേങ്ങക്കും മീനും ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. മീൻ നമ്മൾ ഇപ്പോൾ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് എല്ലാവിടെയും ആ ഉപ്പൊക്കെ മിക്സാകുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്, പറയാൻ മറന്നു കേട്ടോ, അതിൻ്റെ ഇടയിൽ ആവി വന്നല്ല. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സിമ്മിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു നുള്ളു വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടി അതൊന്ന് സിമ്മിൽ കിടന്നിട്ട്, നല്ല സിമ്മിലാക്കരുത്, നല്ല ഹൈ ഫ്ലെയിമിലാക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് 4 പറ തുടങ്ങിയ ശേഷം നമുക്ക് മീൻ ഓരോന്നായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് കുടങ്ങിയെടുത്തിട്ട് മീൻ ഇതാ ഓരോന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മീൻ പീര വയ്ക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് ഇതേപോലെ നെത്തലാണ് കേട്ടോ. പിന്നെ കുഞ്ഞു മത്തി കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടും വെക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ ഇട്ട ശേഷം പിന്നെ നമ്മൾ കുടഞ്ഞാണ് വേവിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇളക്കി കൊടുത്താൽ മീൻ പൊടിഞ്ഞു പോകും, കുഞ്ഞു മീനല്ലേ, അപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുടഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ് എടുക്കേണ്ടത്. അപ്പോൾ എല്ലാവിടെയും ഒന്ന് കുടഞ്ഞ് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വേവിച്ചെടുക്കുക. അപ്പോൾ അതാ ഞാൻ അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. നമ്മൾ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇതേപോലെ കുടഞ്ഞു കൊടുക്കണം കേട്ടോ, കയ്യിലോണ്ട് ഇളക്കണ്ട, ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാൻ 2 കറിവേപ്പിൻ്റെ ഇല ഇടാൻ മറന്നു.
അപ്പോൾ നമ്മൾക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടാം കേട്ടോ. ഞാൻ തുറന്നിട്ട് 2-3 കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി അതിലിറങ്ങുമല്ലോ. അപ്പോൾ അതാ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് വെന്തിട്ട് കേട്ടോ, കാരണം ഇത് നന്നത്തിലധികം വേവില്ലല്ലോ. അപ്പോൾ അത് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്ന് ഇതേപോലെ കുടഞ്ഞു കൊടുക്കാം കേട്ടോ. വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതൊരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ ചുവന്നുള്ളിയുടെയും കുടംപുളിയുടെയും ആ ഒരു ടേസ്റ്റ്, അതിൻ്റെ ആ ഒരു മണം നന്നായിട്ട് വരുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പേരിക്ക്. അപ്പോൾ അതാ കുറച്ച് നേരം കൊണ്ട് ഇടയ്ക്ക് ഒന്ന് കുടഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഉപ്പും കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത ശേഷം അധികം വല്ലാണ്ടൊന്ന് ഇളക്കണ്ട. അപ്പോൾ അതാ നമ്മുടെ ഉപ്പേരി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ മേലെ ഒരു നുള്ളി വെളിച്ചെണ്ണ, ഒരു പൊട്ട് വെളിച്ചെണ്ണ ചേർത്തു. നമ്മൾ ഇത് ഇത്ര നേരം ഇട്ട് നമ്മൾ എണ്ണമയം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. പിന്നെ ഒരല്പം കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചേർത്തിട്ടും കൂടി മിക്സ് ആക്കുമ്പോൾ നമുക്ക് ഒരു വട്ടം മിക്സ് ആക്കിയാൽ മതിയല്ലേ, ഇളക്കാൻ മതിയല്ലേ, ഇളക്കിക്കൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ ഉപ്പും വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ. നന്നായിട്ടല്ല, ഒന്നൊന്ന് എല്ലാവരും പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ നെത്തൽ പരൽ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു മീൻ ഉപ്പേരിയോ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്, പക്ഷേ ഇങ്ങനെ തയ്യാറാക്കി നോക്കിക്കോ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ എണ്ണയും വെളിച്ചെണ്ണയും ആ ഒരു കറിവേപ്പിൻ്റെ ഇലയൊക്കെ ആ ഒരു ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോണ്ടല്ലോ അടിപൊളി മണമാണ് കേട്ടോ. സൂപ്പർ മണം പറഞ്ഞാൽ സൂപ്പർ മണം മാത്രമല്ല ടേസ്റ്റും അടിപൊളി ഒരു ഉപ്പേരിയാണ്. ഇതേപോലെ കുഞ്ഞു മത്തി കിട്ടുകയാണെങ്കിലും ചെയ്ത് നോക്കുക, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. മീനിന് ചോറുണ്ണാൻ ഈ ഒരു മീൻ പീര മാത്രം മതി കേട്ടോ. അത് മാത്രം മതിയാവും നമുക്ക് ചോറുണ്ണാനായിട്ട്, അത്രയ്ക്ക് ചൊടിയാണ്. അപ്പോൾ പുളിയും ഉപ്പും കറക്റ്റായിട്ട് ഇടുക കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. പുളിയും ഉപ്പും എരിവും കറക്റ്റായിട്ട് നല്ല ചൊടിയിൽ വേണം. കാന്താരി മുളകൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇതേപോലെ മൺചട്ടിയിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി നെത്തൽ വെട്ടി നമുക്ക് പൊരിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തോരൻ വെച്ചാൽ ഇത് മാത്രം മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.